കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഏകപ്രതി ചന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി. കേസ് അപൂർവത്തിൽ അപൂർവമെന്ന് കോടതി. 1.5 വർഷത്തിന് ശേഷമാണ് ചന്താമര കേസിൽ വിധി വരുന്നത്. സന്തോഷ് സെർലിംഗ് ചേരുകയാണ്. സന്തോഷാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പ്രതി ചന്താമരയ്ക്ക് വധശിക്ഷ എന്നുള്ള വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എന്തൊക്കെയാണ് നടന്നത്? വിശദാംശങ്ങൾ. ഷമി, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് അതിവേഗ കോടതി ജഡ്ജി ഈ കേസിന്റെ വിധിന്യായം പൂർണ്ണമായും വായിക്കുകയായിരുന്നു. ഏകദേശം 24 പേജിലേറെ നീളമുള്ള വിധിന്യായം ആദ്യഘട്ടം മുതൽ, അതായത് 4 മാസം നീണ്ട ട്രയലിലുടനീളം പ്രോസിക്യൂഷനും ചെന്താമരയുടെ അഭിഭാഷകനും പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന എല്ലാ പൂർണ്ണ ഭാഗം വായിക്കുകയായിരുന്നു ജഡ്ജി. അതിനുശേഷമാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. എന്തായാലും ജഡ്ജ്മെന്റിൽ ഉടനീളം പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസാന്തര സാധ്യതയുണ്ടോ എന്നാണ് പരിശോധിച്ചത്. പാലക്കാട് ജില്ലാ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് അക്കാര്യത്തിൽ തോടി മെറ്റിഗേഷൻ റിപ്പോർട്ട് നേടി. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ചെയ്ത കുറ്റകൃത്യത്തിലുള്ള മാനസാന്തരത്തിലുള്ള സൂചനകളൊന്നും ചെന്താമര നൽകിയില്ല. എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം ഈ കേസിൽ കുറ്റക്കാരനാണ് എന്ന് പ്രതി ശിക്ഷ വിധിക്കുമ്പോൾ അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രതി നൽകിയ മറുപടിയും ഈ വിധിന്യായത്തിൽ പ്രത്യേകം തന്നെ കോടതി കോട്ട് ചെയ്തു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ കേസിലാകട്ടെ ഇന്ന് ആദ്യം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു ശേഷം പുറത്തു വന്ന ചെന്താമരയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അത്തരം പരാമർശങ്ങളൊന്നും കോടതി പരിഗണിക്കില്ല. പക്ഷേ കോടതി അതുപോലും പരിഗണിച്ചു. അതായത് ഒരു പ്രതി ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അയാളുടെ സൈക്കോളജി വശങ്ങൾ ഏതെല്ലാം കോടതി ഇന്ന് പരിശോധിച്ചു എന്ന് പ്രത്യേകം തന്നെ എടുത്തു പറയേണ്ടതാണ്. അത് ഞാൻ ഗാന്ധിയനല്ല എന്ന് അന്ന് കുറ്റക്കാരനെന്ന് വിധിച്ച ദിവസമാണ് പറഞ്ഞത്. അത് കോടതി എടുത്തു കാണിച്ചു. കൂടാതെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഞാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞത് കോടതി എടുത്തെഴുതി. കൂടാതെ ജഡ്ജിയോട് ചില കൂസലില്ലാതെ എന്ന ചില കാര്യങ്ങളൊക്കെ ഈ ചെന്താമര പറഞ്ഞു. അതായത് താങ്കൾക്ക് അനുഭവമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നായിരുന്നു അന്ന് പറഞ്ഞത്. അതുപോലും ഈ വിധിന്യായത്തിൽ പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ മാനസാന്തരത്തിലുള്ള സാധ്യതകൾ പരിശോധിച്ചു എന്നാണ് കോടതി കാണിച്ചത്. പക്ഷേ അതിനുള്ള ഒരു സാധ്യതയും ഇവിടെ ഏകപ്രതിയായ ചെന്താമര കാണിച്ചില്ല. എന്ന് മാത്രമല്ല, പ്രതി സമൂഹത്തിന് ഭീഷണിയാകുന്ന തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതി സമൂഹത്തിന് ഭീഷണിയാണെങ്കിൽ വധശിക്ഷ വിധിക്കാനുള്ള നിരവധി സാധ്യതകളുണ്ട് എന്ന് വിവിധ ഹൈക്കോടതി വിധികൾ കൂടി ജഡ്ജ്മെന്റിൽ കോടതി ഉൾപ്പെടുത്തി എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് മധ്യപ്രദേശ് വേഴ്സസ് സ്റ്റേറ്റ് തുടങ്ങിയ കേസുകളൊക്കെ പ്രത്യേകം കോടതി എടുത്തു പറഞ്ഞു. അങ്ങനെ അപൂർവമായ കേസ് വിധിച്ചുകൊണ്ടാണ് ഈ തൂക്ക് കയർ വിധിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി കോടതി വിധിയിൽ പരാമർശിച്ചു. അതായത് ആദ്യ കേസ് 2019 സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കായിരുന്നു. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് സാധ്യതയില്ല എന്ന സൂചനകൾ പോലും വിധിന്യായത്തിലുണ്ട്. അതുകൊണ്ടാണ് തൂക്ക് കയറിലേക്ക് എത്തുന്നത് കൂടി ഈ വിധിന്യായം പറയുന്നു. അതിനോടൊപ്പം തന്നെ നഷ്ടപരിഹാരവും പറയുന്നുണ്ട്. പക്ഷേ ആ നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗം വായിക്കുമ്പോൾ ജഡ്ജി എടുത്തു പറഞ്ഞൊരു കാര്യം, നഷ്ടപരിഹാരം എന്നതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നിനും ഒരു പരിഹാരമാകുന്നില്ല. കാരണം അമ്മയും അച്ഛനും പിന്നെ അമ്മുമ്മയും നഷ്ടമായ 2 പെൺമക്കളാണ് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ഇത് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ശിഥിലീകരണങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് അരങ്ങേറുന്നത്. പക്ഷേ അതിലൂടെ അനാഥരായി പോകുന്നവരുണ്ട്. ഈ കേസിൽ 2 പേർ, അതുല്യ അടക്കം 2 പെൺകുട്ടികൾ അനാഥരായിപ്പോയി. അതായത് വളരേണ്ട ഒരു പരസഹായത്തോടുകൂടി മാതാപിതാക്കളുടെ സംരക്ഷണ വളരെ 2 പെൺകുട്ടികളാണ് ഇവിടെ ഒറ്റപ്പെട്ട് പോയിരിക്കുന്നത്, അനാഥരായി പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം ഒന്നിനും പരിഹാരമല്ല. എന്നാൽ പോലും നഷ്ടപരിഹാരം വിധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗത്തിലേക്ക് കടന്നത്. 20 ലക്ഷം രൂപയാണ് പെൺകുട്ടികൾക്ക് നഷ്ടപരിഹാരമായി ഈ ചെന്താമര നൽകേണ്ടത്. കൂടാതെ 10 ലക്ഷം രൂപ ഈ ലക്ഷ്മിയുടെ മകനും മരുമകൾക്ക് നൽകണം എന്നും കോടതി വിധിച്ചു. ഇത് നൽകിയില്ല എങ്കിൽ, അത് മൊത്തം 30 ലക്ഷം നൽകിയില്ലെങ്കിൽ 3 വർഷം തടവ് ശിക്ഷയും കോടതി ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. എന്തായാലും വധശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ ട്രയൽ കോടതിയുടെ ആയതുകൊണ്ട് എത്രയും വേഗം തന്നെ ഹൈക്കോടതിയിൽ പോകും എന്നാണ് പ്രതിഭാഗം അറിയിച്ചിരിക്കുന്നത്. കാരണം വധശിക്ഷ ആയതുകൊണ്ട് ഹൈക്കോടതി കൂടി ഇക്കാര്യത്തിൽ റെക്ടിഫൈ ചെയ്യണം. അത് പക്ഷേ 6-7 മാസത്തിനുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് വിശദമായൊരു വാദപ്രതിവാദം നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്തായാലും ഇവിടെ അതിവേഗ കോടതി ചെന്താമരയുടെ 2ാമത്തെ ഇരട്ടക്കൊലപാതക കേസിൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതേ കോടതി തന്നെയാണ് അതിന് മുമ്പ് 2019 സജിതയെ കൊന്ന കേസിലും ഇരട്ട ജീവപര്യന്തം ശിക്ഷ ചെന്താമരയ്ക്ക് വിധിച്ചത്. സന്തോഷ്, നമ്മൾ ഒരുപാട് കേസുകളുടെ വിചാരണ വലിയ ക്രിമിനലുകളെ കോടതിയിൽ എത്തിക്കുന്നു ഒക്കെ കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരാരും സ്വീകരിക്കാത്ത, ഇപ്പോൾ ഏതൊരു കൊടും ക്രിമിനലാണെങ്കിലും കോടതിയിൽ വിചാരണ ചെയ്ത്
ശിക്ഷയുടെ ഘട്ടമെത്തുന്ന സമയത്ത് താൻ നിരപരാധിയാണെന്നും തനിക്ക് അല്ലെങ്കിൽ തൻ്റെ ഒരു മാനസിക സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോയതാണെന്നും ആ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് എത്രയും തൻ്റെ ശിക്ഷ കുറയ്ക്കാനുള്ള ഒരു ഇടപെടലാണ് ഈ പ്രതികൾ നടത്താറുള്ളത്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അത് നേരെ ഓപ്പോസിറ്റാണ്. തന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ് കോടതിയിലെത്തിയ ശേഷം ഈ ചെന്താമര കോടതിയോട് പറയുന്നത്, ജഡ്ജിയോട് പറയുന്നത്. താൻ ചെയ്ത 3 കൊലപാതകങ്ങൾ, ഒരു കുറ്റബോധവും അയാൾക്ക് ഈ കൊലപാതകങ്ങളിലില്ല എന്ന് മാത്രവുമല്ല, അയാൾ കോടതിയിൽ പറയുന്നത് ഞാൻ ഇനിയും ചെയ്യും, ഇനിയും വേണ്ടി വന്നാൽ കൊലപാതകം നടത്തും എന്ന് കോടതിയിൽ പറയുകയാണ് സന്തോഷ്. അതായത് മനസ്സിൽ അടങ്ങാത്ത പകയും കയ്യിൽ ഒരു കൊലക്കത്തിയുമായി ഈ മനുഷ്യൻ വീണ്ടും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എത്രമാത്രം ഈ സമൂഹത്തിന് ഭീഷണിയാകും എന്നുള്ള കാര്യത്തിൽ കോടതിക്ക് ഒരു തർക്കവും ഉണ്ടാകേണ്ട കാര്യമില്ല, അല്ലേ? ഷമ്മി ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുപ്രീം കോടതി പോലും അതുകൊണ്ടാണ് ഈ വിധിന്യായങ്ങൾ രണ്ട് ഘട്ടമായി വായിക്കാനായിട്ട് വിചാരണ കോടതി അടക്കമുള്ള കീഴ്ക്കോടതികൾക്ക് നിർദ്ദേശം നൽകിയത്. അതായത് ഒരു ശിക്ഷയുണ്ടെങ്കിൽ അത് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പ്രതിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. സ്വാഭാവികമായും ട്രയൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി കുറ്റം വിധിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഭാഗവും കേൾക്കും, പ്രതിയുടെ ഭാഗം. പക്ഷേ എന്നാൽ പോലും കുറ്റക്കാരന് വിധിച്ചതിന് ശേഷവും ഭാഗം കേൾക്കണം എന്നാണ്. അതാണ് ഷമ്മി പറഞ്ഞത്. ആ ഘട്ടത്തിൽ പോലും കോടതിയുടെ അനുകമ്പ തേടാൻ സാധാരണ പ്രതികളൊക്കെ കോടതിയോട് പറയാറുള്ളത്, ഞാൻ കുടുംബത്തിൽ ഒറ്റയ്ക്കാണ്, എൻ്റെ മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്, അവർക്ക് ഞാൻ സഹായം ഏകേണ്ട ഒരാളാണ് എന്നൊക്കെ കൊടും കുറ്റവാളികൾ പോലും കോടതിയോട് അപേക്ഷിക്കാറുണ്ട്. അങ്ങനെ ഈ അടുത്ത ഘട്ടത്തിലുള്ള ഈ ശിക്ഷാവിധി കുറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുക. പക്ഷേ ഇവിടെ ചെന്താമര നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അന്ന് തിങ്കളാഴ്ച ഈ കുറ്റം കേൾക്കുമ്പോൾ കൂസലില്ലാതെ ഇനി അങ്ങ് തൂക്കി വിധിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കോടതി 1-2 ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചു. അതായത് താങ്കൾ സമൂഹത്തിനൊരു ഭീഷണി എന്നാണല്ലോ പ്രോസിക്യൂട്ടർ പറയുന്നത് ചോദിച്ചപ്പോൾ, ഞാൻ ഗാന്ധിയൊന്നുമല്ല, എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് വെറുതെ വിടുകയില്ല, പോരടിക്ക് എന്നെ ചെയ്യും എന്ന് തന്നെ പറഞ്ഞു. അതായത് തൻ്റെ കുറ്റവാളി മനസ്സ് വീണ്ടും കോടതിക്ക് മുന്നിൽ തുറന്നു. അത് ആ ഘട്ടത്തിൽ, അതായത് ഇനി അങ്ങോട്ട് ശിക്ഷ മാത്രമേ ഉള്ളൂ, എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിക്കാം. അപ്പുറത്തെ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വധശിക്ഷയാണ്. അപ്പോൾ സ്വാഭാവികമായും ശിക്ഷ ഇളവിനുള്ള അവസാനഘട്ട ശ്രമങ്ങളാണ് നടത്തുക പ്രതി. പക്ഷേ ഇവിടെ അതുപോലും ചെന്താമരയ്ക്ക് ആവശ്യമില്ലാത്ത രീതിയിലാണ് പ്രതികരിച്ചത്. അപ്പോൾ അതെല്ലാം കോടതി വിധിന്യായത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണിക്കുന്നത് വീണ്ടും കുറ്റം ചെയ്യാനുള്ള മനസ്ഥിതിയാണ്. ഇന്ന് കോടതി വിധിന്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്, ഇയാൾ ഈ സജിത സുധാകര ദമ്പതികളുടെ മക്കൾക്ക് ഭീഷണിയാണ് എന്ന് മാത്രമല്ല 80ഓളം സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ പകുതിയിലേറെ പേരും ഇയാളുടെ ഭീഷണി മറന്ന് സ്ഥലം വിട്ടിരിക്കുകയാണ്. ഇയാൾ മറ്റേ ഈ കുറ്റകൃത്യത്തിന് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊരു തിയറി ഇവിടെ പ്രതിഭാഗം നടത്തിയിരുന്നു. അതും കോടതി ഇന്ന് പറഞ്ഞത് അങ്ങനെ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് മാത്രമല്ല, അയാളുടെ വീട്ടിനടുത്ത് നിന്ന് കണ്ടെത്തിയ വിഷക്കുപ്പിയാകട്ടെ 2 മാസം മുമ്പ് അയാൾ ചെടികൾ കൊഴിക്കാനായി വാങ്ങിച്ച വിഷക്കുപ്പിയാണ്. അതൊന്നും ഇയാൾ കഴിച്ചായിട്ട് ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം തിയറികൾ തള്ളിക്കളയുന്നു. ആ തിയറി എന്ന വാക്ക് തന്നെയാണ് കോടതി ഉപയോഗിച്ചത്, അല്ലാതെ വാദിയൊന്നല്ല, തിയറി തള്ളിക്കളയുന്നു എന്നാണ്. എന്തായാലും ചെന്താമര ഇപ്പോൾ കോടതിയുടെ അല്പസമയത്തിന് പുറത്തിറങ്ങി. ഇപ്പോൾ ഷമ്മി നമ്മുടെ ഈ പ്രോസിക്യൂട്ടർ സംസാരിക്കുകയാണ്, വിജയകുമാർ. കഴിഞ്ഞ കുറേ മാസങ്ങളായി 4-5 മാസമായി പ്രോസിക്യൂട്ടർ വിജയകുമാർ അടക്കമുള്ളവർ നടത്തിയ പോരാട്ടമാണ്